ഹെവൻസ് ക്യാപ്റ്റൻ മില്ലർ ധനുഷിൻ്റെ ഒരു ഒന്നൊന്നര പടം കണ്ടു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം കണ്ടത് തിരുച്ചിതമ്പലമാണ്, തിയേറ്ററിൽ കണ്ട ധനുഷിൻ്റെ പടം. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ട്രെയിലറും ടീസറും എല്ലാം ഒരു മാസ് കൊമേഴ്ഷ്യൽ പക്ക ഒരു മാസ് സാധനമാണ് നമുക്ക് തന്നത്. പക്ഷേ വെറുതെ മാസ് കാണിക്കാനുള്ള ഒരു പടമല്ല ഇത്. നമ്മളെ നോർമലി തമിഴിലൊക്കെ കണ്ട പോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറഞ്ഞു വെക്കുന്ന നല്ല രീതിയിൽ നമ്മളെ ഇമോഷണലി ആയാലും അതുപോലെ തന്നെ ആ ഒരു സാധനം കിട്ടുന്നൊരു പടമായിരുന്നു എനിക്ക് ക്യാപ്റ്റൻ മില്ലർ. അപ്പോൾ പടത്തിൻ്റെ അത്യാവശ്യം ആവറേജ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണൊക്കെ തോന്നിയത്, സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ്. ബട്ട് സെക്കൻഡ് ഹാഫിലൂടെ ആകുമ്പോഴത്തേന് സിനിമ കുറച്ചുകൂടെ എനിക്ക് എൻഗേജ് ആയി. ഫസ്റ്റ് ഹാഫ് നോർമൽ പൊളിറ്റിക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇല്ലില്ല, നോർമൽ പൊളിറ്റിക്സ് അല്ല ഇതെന്ന് വെച്ചാൽ മാസിനെക്കാളും കൂടുതൽ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിനകത്ത് എവിടെ ആക്ഷൻ ഉള്ളത്? ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല. അതിന്റെ ബിൽഡപ്പ് വേണം, ക്യാരക്ടറിന് ഡെപ്ത് വേണം, ക്യാരക്ടേഴ്സിന് ഡെപ്ത് വേണം, നല്ലൊരു സ്റ്റോറി വേണം. ആ സ്റ്റോറിനെ ബിൽഡ് ചെയ്താണ് എല്ലാം വരുന്നത്. അത്യാവശ്യം ലാഗ് അടിച്ചു ഫസ്റ്റ് ഹാഫ്. ഇല്ല, അത്രയും ലാഗ് അടിക്കാൻ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതുവരെ കണ്ട നോർമൽ സാധനമൊന്നുമല്ല കേട്ടോ. ഭയങ്കര രീതിയിൽ ഒരു വെറൈറ്റി ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ. അതിലെനിക്ക് ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ കുറെ സോങ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു പോകുന്ന സീൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. കിടിലൻ സോങ്സ്. അതുപോലെ തന്നെ കുറെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഒരു അമ്മച്ചി ഇരുന്ന് ഫസ്റ്റ് ഒന്ന് കഥ പറയും. ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് പോലെ കഥ തുടങ്ങിയിട്ട് പിന്നെ നരേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആ സോങ്സിന്റെ ആ ഓളത്തിന് നമ്മളിങ്ങനെ പോവാണ്. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാല് ധനുഷ് ഒരേ സമയം ഒരു ആക്ടറും അതുപോലെ തന്നെ ഒരു ഹീറോയും അതെങ്ങനെ ഈ ഒരു സിനിമയിൽ അഴിഞ്ഞാടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 3 പീരിയോഡിക് ഇതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വന്നത്. അതെല്ലാം ധനുഷ് സിമ്പിളായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിൽ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും ആ ഇമോഷൻസും എല്ലാം കൊണ്ടും ഭയങ്കര രീതിയിൽ അത് മെയിൻ ഒരു പോസിറ്റീവാണ് പടത്തിന്. അപ്പോൾ സിമ്പിളായിട്ട് ഈ സ്റ്റോറി ലൈനെ പറയുകയാണെങ്കിൽ നമ്മൾ പഴയ തമിഴ് ജനത നേരിട്ട കുറേ അടിച്ചമർത്തൽപ്പെടുകളും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ മറ്റേ ഉയർന്ന ജാതിക്കാരുടെ നിന്ന് അവർ നേരിടുന്ന സംഭവങ്ങൾ. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കാമെങ്കിലും അതിൻ്റെ അകത്ത് തന്നെ കുറേ സംഭവങ്ങൾ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ടത് അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ, ഒരു സിമ്പിളായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ അവരുടെ ഒരു ഹീറോയിക് പരിവേഷം കിട്ടുന്നത്. അത് ധനുഷ് നല്ല രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസും ആ ഒരു സ്ക്രീൻ പ്ലേ. ധനുഷിന്റെ ഫിസിക്കും ആ ഒരു ഇതും കൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് കൺവിൻസ് ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. എനിക്കിതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷുകാരുടെ എതിരെ നിൽക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ. അതിൽ നമുക്കിങ്ങനെ തോന്നും അവനെ നെഞ്ചത്തിട്ടൊരു കുത്ത് കൊടുക്കണം എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ധനുഷ് അത് ചെയ്യും. അതൊക്കെ എന്ന് വെച്ചാൽ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ് ഗൂസ് ബംസ് മൂമെന്റ്സ് അങ്ങനെ കുറേ ഉണ്ട്. നമ്മളെ വേൾഡിലായിരിക്കും. സെക്കൻഡ് ഹാഫ് ഒരു 50% മുകളിലും ഇതുപോലെ യുദ്ധമാണ്, വെടിവെപ്പ് സീൻസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അത്യാവശ്യം ഒരു ഹോളിവുഡ് ലെവൽ സിനിമയിൽ ധനുഷ് എല്ലാം അഭിനയിച്ച ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ തുടക്കം മുതലേ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ധനുഷിലാണ്. അതിൻ്റെ പുള്ളിയുടെ കൂടെ ശിവരാജ് കുമാർ വരും. പക്ഷെ പതിവില്ലാതെ പുള്ളിയെ സൈഡാക്കി നിർത്തിയിരിക്കുന്നത് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് എന്തെങ്കിലും ധനുഷിന്റെ കോമ്പിനേഷൻ ഡാൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു അവരുടെ. അപ്പോൾ ലാസ്റ്റ് ജയിലറിലെ പോലെ പുള്ളിക്ക് ഇതുപോലെ ഒരു സാധനം ഉണ്ട് എൻ്റെ മോനെ. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ്. അതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തില്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ടോട്ടലി പറയുകയാണെങ്കിൽ ആക്ഷനും ബിജിഎമ്മും എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ്ലി പാക്ഡ് മൂവി. നല്ല രീതിയിൽ നിങ്ങളെ ഇമോഷണലി അതുപോലെ തന്നെ കുറച്ച് ഗൂസ് ബംസ് മൊമെന്റ്സ് മൊത്തത്തിൽ മുതലാവുന്ന ഒരു സിനിമ കാണണമെങ്കിൽ നേരെ പോയി പടം കണ്ടവരെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ ധനുഷ് സ്റ്റാർട്ടിങ് തോന്നിയത് ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് സീനകത്ത് എനിക്ക് അവഞ്ചേഴ്സിന്റെ ട്യൂണായിട്ട് സാമ്യം തോന്നി. ആ ട്യൂൺ ക്യാപ്റ്റൻ അല്ലേ? സോറി അതല്ല, ഏതായിരുന്നു? അവഞ്ചേഴ്സിന്റെ ട്യൂണായിട്ടൊക്കെ സാമ്യം തോന്നി അവസാനത്തെ ബിജിഎം.